മഴവെള്ളം ചാടുകയും കലങ്ങിയ വെള്ളം ചാടുകയും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലാവുകയും പഞ്ചായത്ത് ഓഫീസ് മുതൽ തഹസിൽദാർ ADM മുതൽ മന്ത്രി വരെ പരാതി കൊടുത്തു. നമസ്കാരം. പെട്രോൾ പമ്പുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ സ്ഥാപിക്കുന്നതിന് ചില നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇത്തരം പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാട്ടർ ബോഡീസിൽ നിന്ന് കുറഞ്ഞത് 50 മീറ്ററെങ്കിലും അകലം പാലിച്ചിരിക്കണം എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന മാർഗനിർദ്ദേശം. അവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്നു എന്ന് വലിയ പരാതി വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിൽ ചീനഞ്ചേരി പറമ്പിൽ മനോജ് ഏട്ടന്റെ വീടിന് മുമ്പിലാണ്. നിങ്ങൾക്ക് എന്റെ ഇടതുവശത്ത് കാണാൻ വേണ്ടി സാധിക്കും ഒരു വലിയ സെൻട്രൽ ജയിലിന്റെ മതിൽ പോലെയുള്ള ഒരു പടുകൂറ്റൻ മതില്. ഈ മതിലിനപ്പുറം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പെട്രോൾ പമ്പാണ്. അതേസമയം എന്റെ തൊട്ടടുത്ത് വലതുവശത്ത് കാണാനായിട്ട് സാധിക്കുന്നതാവട്ടെ ആ ചേട്ടന്റെ വീട്ടിലെ കുടിവെള്ള സ്രോതസ് കൂടിയായിട്ടുള്ള കിണറാണ്. രണ്ടും തമ്മിലുള്ള ദൂരം കഷ്ടി 4 മീറ്റർ മാത്രമാണ്. ഭാവിയിൽ ഈ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാവുന്ന മലിനീകരണം തന്റെ കിണറിനെയും ബാധിക്കുമോ, ഈ പ്രദേശത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ. ഇവരെ സംബന്ധിച്ച് മന്ത്രിക്കും മറ്റ് അധികാരികൾക്കും എല്ലാം പരാതി നൽകിയിരിക്കുകയാണ്. പെട്രോൾ പമ്പിനെതിരായിക്കൊണ്ട് വലിയ പരാതിയാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതി നൽകാനായിട്ട്? പരാതി എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു 20 വർഷത്തിന്റെ മുന്നേ ആയി ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു കുടിവെള്ളം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. അതായത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്നത്. പക്ഷെ ഇവിടെ എത്തി നല്ലൊരു ജീവിതം ഞങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഈ അടുത്തായിട്ട് ഇവിടെ ഞങ്ങളോട് ആരോടും ഒരു NOC വരെ ഒപ്പിടാണ്ട് വാങ്ങിയിട്ട് അവരെന്നെ സ്വന്തം ഒപ്പിട്ട് കൊടുത്ത NOC പ്രകാരം ഇവിടെ ഒരു പമ്പ് ഈ കാണുന്ന സാധനം തന്നെ ഇത്രയും വലിയൊരു മതിൽക്കെട്ടും കൊണ്ടുവന്ന് മുമ്പ് തന്നെ സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ മഴവെള്ളം ചാടുകയും കലങ്ങിയ വെള്ളം ചാടുകയും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലാവുകയും മലിനീയ വെള്ളമാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കുക വെച്ചാൽ കുറേ ഞങ്ങൾക്ക് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കാത്തൊരു നിലയിലാവുകയും ഈ വെള്ളം മറ്റുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം. അവിടുന്ന് എത്തിച്ചു വരികയാണ് ഞങ്ങൾ. അത് പഞ്ചായത്ത് ഓഫീസ് മുതൽ തഹസിൽദാർ ADM മുതൽ മന്ത്രി വരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുമ്പോൾ പമ്പിനെതിരായിട്ടുള്ളതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പ്രതികരിച്ചത്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാരൊന്നും ഒരു അനങ്ങുന്നില്ല. പിന്നെ മന്ത്രി ഇരുന്ന് പരാതി കൊടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ച ആയിട്ടുള്ളൂ. അതൊരു തീരുമാനം വരുമോ എന്നുള്ളത് നോക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പരാതി ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പരാതി ചൂണ്ടിക്കാണുന്ന വിഷയങ്ങൾ കിണറായിട്ട് 4 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ വലിയൊരു 20 അടിയിലായിട്ടുള്ള ഒരു കെട്ട് വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ആ കെട്ട് വലിയൊരു പ്രശ്നമാണ്. മുന്നിൽ തന്നെ ഒരു വീടിന്റെ മുന്നിൽ 4-5 മീറ്ററിൽ വലിയൊരു 20 അടീന്റെ കെട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? അതൊരു വലിയൊരു അസ്വസ്ഥതയാണ് വരുന്നത് ഇപ്പോൾ. അതന്നെ. പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കാൻ ഇപ്പൊ ഇവർക്ക്. ഭയങ്കര ഇരുടുമൂടിയ അന്തരീക്ഷം പോലെയാണ് ഇപ്പൊ ഇവിടെ. ഈ പ്രദേശത്തുള്ള ജനജീവിതം തന്നെ വലിയ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകളുടെ ഗതി എന്താവും എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇത്ര അടുത്ത് ഒരു പെട്രോൾ പമ്പ് വരുന്ന സമയത്ത് തങ്ങൾ എല്ലാവരും കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന കിണറുകളിലെ ജലമലിനമാകാനുള്ള സാധ്യതയില്ലേ? ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായി അവർ പരാതി ഉന്നയിക്കുന്നത്. റവന്യൂ സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് യാതൊരു തരത്തിൽപ്പെട്ട NOCയും മേടിക്കാതെയാണ് ഇത്തരത്തിലൊരു പമ്പിന്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഈ NOCകളെല്ലാം തന്നെ റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വലിയ ഗുരുതരമായ ആരോപണം കൂടി ഈ പ്രദേശത്തുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിക്കടക്കം പരാതി നൽകിക്കൊണ്ട് തങ്ങളുടെ പരാതി ഈ മന്ത്രിമാരും മറ്റും കേൾക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശത്തുകാർ താമസിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ മലയാളി.